നമ്മുടെ മൊത്തം ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു കപ്പ് കേക്ക് പോലെയാണ്. അതിൻ്റെ ബേസില്ലേ ആ ബ്രെഡ്, അതാണ് നമ്മുടെ ട്രെയിനിങ്. അതും ഉപയോഗിച്ചിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സ്ലീപ്പും അതുപോലെ നമ്മുടെ ന്യൂട്രീഷനും, നമ്മുടെ ഫുഡും സ്ലീപ്പും. ഇനി അതിൻ്റെ മുകളിലിട്ടിട്ടുള്ള ആ സ്പ്രിങ്കിൾസ് ഇല്ലേ, ആ കളറിലുള്ള ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഫൈനൽ ടച്ചിങ്സ്, അതാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡറിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ബേസ്, പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം ഇട്ടിട്ട് പിന്നെയുള്ള നമ്മൾ ആ ഒരു സ്പ്രിങ്കിൾസ് ഇടുക. ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷെ അതേസമയം പുതുതായിട്ട് ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ നേരെ തിരിച്ചാണ് അതിനെ കാണുന്നത്. ആദ്യം സപ്ലിമെൻറ്റ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഫുഡിലുള്ള ഗ്യാപ്പ്, അതായത് നമുക്ക് ഫുഡിൽ നിന്ന് എന്താണോ കിട്ടാത്തത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അല്ലാതെ ഇതാണ് മെയിൻ, സപ്ലിമെൻറ്റ്സ് ആണ് മെയിൻ എന്ന് ആരും പറയണില്ല. ഫസ്റ്റ് നിങ്ങൾ ആ കപ്പ് കേക്ക് പോലെ ആ ബേസ് ഉണ്ടാക്കുക, ആ ബ്രെഡ് കൊണ്ടുള്ള ബേസ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ആ സ്പ്രിങ്കിൾസ് അല്ലെങ്കിൽ ആ ഡെക്കറേഷൻ വെക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സപ്ലിമെൻറ്റ്സ് ആണ്. എക്സ്ട്രീം ലെവൽക്കൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ബേസിക്സ്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ശരിക്കൊരു നാച്ചുറൽ സബ്സ്റ്റൻസ് തന്നെയാണ്. അതായത് നമുക്ക് റെഡ് മീറ്റിൽ നിന്നും അതുപോലെയുള്ള ഫിഷിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന സംഭവം തന്നെയാണ്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് ശരീരത്തിന് പെർഫോമൻസിന് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമായ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇറച്ചിയൊക്കെ കഴിക്കേണ്ടി വരും. റെഡ് മീറ്റൊക്കെ കിലോ കണക്കിന് കഴിക്കേണ്ടി വരും. അപ്പോൾ അത്രയും റെഡ് മീറ്റൊക്കെ കഴിക്കൽ കുറച്ച് പണിയായതുകൊണ്ട് തന്നെയാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ഫോമിൽ എടുക്കുന്നത് ഒന്നുകൂടി സുഖമാണ്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടി ഒരു ഫ്യൂവലാണ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഒരു ഫ്യൂവലാണ്. നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ പെർഫോമൻസ്, അതുപോലെ നമ്മുടെ കോഗ്നേറ്റീവ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിക്കവറി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേസമയം ഇതിനൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് സ്റ്റഡീസ് ഒന്നും പറയണില്ല. ഇതൊരു ഫണ്ടമെന്റൽ സപ്ലിമെന്റ് ആണ്. പിന്നെ ഇതെടുക്കുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഹെയർ ലോസ് ഉണ്ടാവുമോ എന്നാണ്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാൻ മാത്രം ഡാറ്റ ഇല്ല, അതായത് അത് തെളിയിച്ച സംഭവങ്ങൾ കുറവാണ്. ഇതിൻ്റെ ഒരു എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ക്രിയാറ്റിൻ ഡെയിലി എടുക്കാം. പിന്നെ നമ്മൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ലോഡിങ് ഫേസ് എന്നൊക്കെ പറയാണ്ടുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല, ഡെയിലി കുറച്ച് ഗ്രാംസ് വെച്ചാണ് എടുത്താൽ മതി. പിന്നെ ഒരു സംശയമാണ്, എല്ലാവർക്കും 5 ഗ്രാംസ് ക്രിയാറ്റിനല്ലേ വേണ്ടതെന്നുള്ളത്. അത് ആക്ച്വലി അത് ബോഡി വെയ്റ്റിനുള്ളതാണ്. അത് ആ ഒരു എന്താ പറയുക, നോർമൽ ആൾക്കാരൊക്കെ ഒരു 60, 70, 50 ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ 5 ഗ്രാംസ് ക്രിയാറ്റിൻ ഓക്കെ ഓൽക്കു നല്ലതായിക്കാരം. പക്ഷേ ഒരാളൊരു 100 കിലോൻ്റെ മുകൾക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനെ 5 ഗ്രാംസ് ക്രിയാറ്റിൻ ഓൽക്ക് മതിയാവില്ല. അപ്പോൾ ഓൽക്കൊരു 10+ ഗ്രാംസ് ക്രിയാറ്റിനൊക്കെ എടുക്കേണ്ടി വരും, 10 ഗ്രാംസ് ഓർ മോർ. അപ്പോൾ ഒരു ഇന്ന അളവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊന്നും പറയണില്ല ബോഡി വെയ്റ്റിന്. പക്ഷേ എന്താണ്, നിങ്ങളൊരു 50, 60, 70 ആ ഒരു കാറ്റഗറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം ആ ഒരു റേഞ്ചിലൊക്കെ എടുക്കാം. പക്ഷെ അതേസമയം ഒരു 100 കിലോൻ്റെ മുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 ഗ്രാംസ് പ്ലസ് ആ ഒരു രീതിയിലൊക്കെ. പിന്നെ ക്രിയാറ്റിന് ഒരു സ്പെസിഫിക് ടൈമിംഗ് ഒന്നുമില്ല, അതായത് എപ്പോൾ ആണെങ്കിലും എടുക്കുക. അതൊരു കുടിച്ചെഴുതി അപ്പം എനർജി കിട്ടുമെന്നൊന്നുമില്ല. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഫില്ലായി വരുന്നതിനനുസരിച്ച് ഒരു അതിൻ്റെ റിസൾട്ടൊക്കെ കാണാൻ തുടങ്ങുക 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ശേഷമാണ് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവസാനത്തെ ഒരു എക്സ്ട്രാ റെപ്പും കൂടിയും ചെയ്യാൻ, അതുപോലെ നമ്മൾ സ്പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഓടുമ്പോഴൊക്കെ ആ ഒരു ലാസ്റ്റ് ലിമിറ്റിൽ പുഷ് ചെയ്യാനൊക്കെ ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാവുക എപ്പോഴായിരിക്കും, ആ ഒരു ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ഫില്ലായി ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് 1 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും കറക്റ്റ് നമുക്ക് മനസ്സിലാവുക. ക്രിയാറ്റിൻ എടുക്കുമ്പോൾ എപ്പോഴും അൺഫ്ലേവേർഡ് ചൂസ് ചെയ്യുക. ദാറ്റ്സ് മൈ റിക്വസ്റ്റ്. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ്സിൻ്റെ ഓരോ പരസ്യങ്ങളൊക്കെ ഉണ്ടാവും, ഓരൊക്കെ ബൂസ്റ്റ് ചെയ്യണത് ഈ ഫ്ലേവേർഡ് സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോ അഡിക്റ്റീവ്സും കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് മാറിക്കുക, എന്നിട്ട് അൺഫ്ലേവേർഡ് സാധനം എടുക്കാം. നല്ല കമ്പനി ചൂസ് ചെയ്യുക. ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, ഒപ്റ്റിമ ന്യൂട്രീഷൻ്റെ ആണ്. വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലയബിൾ കമ്പനിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചൂസ് ചെയ്യാം. അടുത്ത സംഭവമാണ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീന് പല ആൾക്കാരും, അതായത് ഫിറ്റ്നസ് ഫീൽഡിൽ വരാത്ത ആൾക്കാരാണ് കൂടുതലും, വേറെ സ്പോർട്ടുകളൊക്കെ ചെയ്യണോല് ചോദിക്കലുണ്ട്, ഈ വേ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാച്ചുറൽ ആവില്ലല്ലോ, നാച്ചുറലായിട്ടാണോ നിങ്ങൾ ബോഡി ഉണ്ടാക്കുന്നത്, ആൾക്കാർ ബോഡി ഉണ്ടാക്കുന്നത് ഉപയോഗിച്ചു. വേ എന്ന് പറയുന്നത് മിൽക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ആ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊരു പ്രോസസ്ഡ് രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മാത്രം. നമുക്ക് ഫുഡിൽ നിന്ന് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടാത്ത സമയങ്ങളിൽ, അതായത് നമ്മൾ സാധാ ചിക്കനും മീനും എഗ്ഗൊക്കെ കഴിച്ചിട്ടും നമുക്ക് വേണ്ട പ്രോട്ടീൻ റിക്വയർമെൻറ്റ്, അതായത് ഒരു 1.5 ഗ്രാമെങ്കിലും പെർ kg കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണ്
നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേ പ്രോട്ടീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതല്ലാതെ വേ പ്രോട്ടീനാണ് നിർബന്ധം, അല്ലെ വേ പ്രോട്ടീനാണ് നെസസറി എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ പൗഡർ വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒരു 1 kg വേക്ക് ഏകദേശം ഒരു എത്ര 2000 സംതിങ് വരുന്നില്ലേ, 2000 3000 ഒക്കെ വരുന്നില്ലേ. പക്ഷെ അതേസമയം നമ്മൾ മുട്ട വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേ പ്രോട്ടീൻ ഒരു സ്കൂപ്പിൽ നിന്ന് ഒരു 25 ഗ്രാം പ്രോട്ടീനൊക്കെയാണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഒരു 6 മുട്ടയിൽ നമുക്ക് 30 ഗ്രാം പ്രോട്ടീൻ കിട്ടും. 6 മുട്ടക്ക് 6 36 രൂപയാണ് ഒരു ദിവസം വരിക. പിന്നെ അതിൻ്റെ കുക്കിംഗ് കോസ്റ്റ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടാണ് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 40 രൂപ കൂട്ടിക്കും. അപ്പോൾ ഒരു ദിവസം 30 ഗ്രാം പ്രോട്ടീൻ വെച്ചാണ്ട്, അതായത് 40 രൂപ വെച്ചാണ്ട് 30 ദിവസത്തിന് കൂട്ടിയാൽ വെറും 1200 രൂപയാണ് വരുന്നത്. അതേസമയം വേ പ്രോട്ടീൻ അതിനെക്കാട്ടും റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വേ പ്രോട്ടീനാണ് കുറവ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൺവീനിയൻസ് വെച്ച് നോക്കുമ്പോൾ അതാണ്. കുക്ക് ചെയ്യേണ്ട ടൈം വേസ്റ്റ് ആവണില്ല, നേരെ എടുത്താണ്ട് കുടിക്കാം, നേരെ ഷെയ്ക്കിലൊക്കെ ഇട്ടാണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയാണ്ട് കുടിക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം ഞാനിത് വല്ലാതെ പ്രൊമോട്ട് ചെയ്യാത്തത്, ഇതിൻ്റെ വീഡിയോസിലൊന്നും പ്രൊമോട്ട് ചെയ്യാത്തത് എന്താ വെച്ചാൽ ഇതിൽ വേറെ കുറച്ച് പക്ക വേ അല്ലല്ലോ, ഇതിൽ വേറെ സംഭവങ്ങൾ മാൾട്ടോ ഡെക്സ്ട്രീന് അതേപോലത്തുള്ള ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഒക്കെ ഇട്ടതാണ് കമ്പനീസ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് ഓല് ആൾക്കാർ വാങ്ങുന്നതും, ചോക്ലേറ്റും അങ്ങനെ പല പല ഫ്ലേവേഴ്സും. അപ്പം അങ്ങനെ അതിൽ ഒരുപാട് ഷുഗേഴ്സും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴത്തെ എന്തോ ഒരു സ്റ്റഡി വന്നിരുന്നു, കൂടുതൽ പ്രോട്ടീൻ കമ്പനീസിൻ്റെയും ഇതിൽ കറക്റ്റ് എമൗണ്ടിലൊന്നല്ല, കറക്റ്റ് അളവിലൊന്നല്ല, അതിൽ കാണിച്ച അളവിലൊന്നല്ല അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ കിടക്കണം എന്നുള്ളതും ഒരുപാട് ഫില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എടുക്കലില്ല. ബട്ട് അതൊരു നല്ലൊരു ഓപ്ഷനാണ് ഇഫ് നമുക്ക് ഫുഡിൽ നിന്ന് മര്യാദക്ക് പ്രോട്ടീൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അടുത്ത സംഭവമാണ് കഫീന്. ഇതൊരു സ്റ്റിമുലൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് വർക്കിൻ്റെയും പഠനത്തിൻ്റെയും കേസിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള കേസിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വർക്കൗട്ടിനെ നമുക്കൊരു പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാനും കഫൈൻ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു പല കമ്പനീസിൻ്റെയും പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞാണ്ട് വരുന്നുണ്ടല്ലോ പല ഫ്ലേവേഴ്സിലും ഓരോ സംഭവങ്ങൾ. അപ്പോൾ അതിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഈ കഫീൻ തന്നെയാണ്. അപ്പോൾ ഈ കഫീന് വേറെ ആയിട്ട് വാങ്ങാൻ കിട്ടും, ടാബ്ലറ്റ്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ കഫീന് കോഫിയിലുണ്ട്. പക്ഷെ നമ്മളിവിടുത്തെ കോഫിയിലൊക്കെ വളരെ ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ എത്ര ഡോസേജ്, ഇത് ഏതെടുക്കണം എന്നുള്ള കാര്യമൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹൗ ടു യൂസ് കഫൈൻ ഫോർ ഇൻറ്റൻസ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഫൈൻ എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷേ കഫൈൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാത്ത രീതിയിൽ വേണം എടുക്കാൻ. കാരണം 10 to 12 മണിക്കൂർ വരെ ആ കഫൈൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. വർക്കൗട്ടിൻ്റെ ജസ്റ്റ് മുമ്പൊക്കെ എടുത്താൽ, വർക്കൗട്ട് ഒരു ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങേണ്ടതുണ്ടെങ്കിൽ ഫൈൻ, ആരും നിങ്ങളൊന്നും പറയാനൊന്നും ഇല്ലല്ലോ, അത് നിങ്ങളെ ഇഷ്ടമാണ് എടുക്കണോ എടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ ഉറക്കം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കൺസിഡർ ആ ഒരു കഫൈൻ വർക്കൗട്ടിന് എടുക്കാതെ നിൽക്കണമായിരിക്കും നല്ലത്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് കഫൈൻ എടുക്കലില്ല. കാരണം ഞാൻ ഈവനിങ് ആണ് വർക്കൗട്ട് ചെയ്യല്. ഞാൻ ഈവനിങ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നൈറ്റ് സ്ലീപ്പിനെ അത് ഡിസ്റപ്റ്റ് ചെയ്യും. ഡീപ്പ് സ്ലീപ്പ് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുണ്ടാവും, ഫുൾ ഉറങ്ങുണ്ടാവും, പക്ഷേ ഡീപ്പ് സ്ലീപ്പിനെ അത് ഡിസ്റപ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത സംഭവമാണ് ഫിഷ് ഓയിൽ. അത് മെയിനായിട്ട് നമുക്ക് അതിന് കിട്ടുക എന്തെങ്കിലും omega-3 ആയിരിക്കും കിട്ടും, omega-3 ഫാറ്റി ആസിഡ്സ്. ഇത് 2 രീതിയിൽ കിട്ടും, ലിക്വിഡ് ആയിട്ടും കിട്ടും, ടാബ്ലറ്റ്സ് ആയിട്ടും കിട്ടും. ഇതിൻ്റെ ഒരു ജനറൽ ഡോസേജ് എന്ന് പറയുന്നത് ഒരു 1 to 2 ഗ്രാം അല്ലെങ്കിൽ 1 to 1.5 ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിലാണ്. ഇതിന് ഇഷ്ടംപോലെ ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ സ്ലീപ്പിനാണെങ്കിലും ബ്രെയിൻ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ ജോയിൻറ്റിൻ്റെ സപ്പോർട്ടിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിക്കവറിക്കാണെങ്കിലും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാറ്റി ഫിഷൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനൊക്കെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഡെയിലി മീൻ ഉണ്ടാവലുണ്ട് ഒരുവിധ ദിവസങ്ങളൊക്കെ. നല്ല ഫാറ്റി ഫിഷ് ആയിട്ടുള്ള നല്ല അയില, മത്തി, അതേപോലെ ട്യൂണ, സാൽമൺ പിന്നെ നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. ഇങ്ങനത്തെയൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ എപ്പോഴും കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവും. പക്ഷെ അല്ലാതെ അതിൽ ലാക്കായി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ഫിഷ് ഓയിൽ ഫോർ omega-3. ഇപ്പോൾ നമ്മൾ 4 സപ്ലിമെൻറ്റ്സ് പറഞ്ഞു: ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, കഫീൻ, അതുപോലെ ഫിഷ് ഓയിൽ. ഇനി 5ാമത്തെ അതുപോലെ അവസാനത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ സംഭവമാണ്. ഇത്രയും കാലം അങ്ങനെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. സാധനം സിമ്പിൾ സംഭവമാണ്, പക്ഷെ നല്ല ഉപകാരമുണ്ട്. അത് മെയിനായിട്ട് ഇലക്ട്രോലൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അതായത് നമുക്ക് ഡയറിയ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങുന്നൊരു സംഭവം ഉണ്ടല്ലോ, ORS എന്ന് പറഞ്ഞാണ്ട്, ഓറൽ റീഹൈഡ്രേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഉള്ള സംഭവം അത് തന്നെയാണ്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഫ്ലൂയിഡൊക്കെ ലൂസ് ആകുമ്പോൾ, മറ്റ് സംഭവങ്ങൾ സോഡിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൂസ് ആകുമ്പോൾ അത് റിപ്ലനിഷ് ചെയ്യാനുള്ള സംഭവമാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്.
ഇത് വർക്കൗട്ടിന് മുമ്പ് എടുക്കാം, വർക്കൗട്ടിൻ്റെ ഒപ്പം എടുക്കാം, വർക്കൗട്ടിൻ്റെ ശേഷം എടുക്കാം. എനിക്കിഷ്ടം വർക്കൗട്ടിൻ്റെ ഒപ്പം എടുക്കാനാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ വിയർക്കും. അങ്ങനെ വിയർത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഫ്ലൂയിഡ് നമുക്ക് വേണ്ട സംഭവങ്ങൾ നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റിപ്ലനിഷ് ചെയ്യാനും നമ്മളെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനും നമ്മുടെ ഫെറ്റീഗ് നമ്മുടെ വർക്കൗട്ട് ചെയ്യാനിടയിലുള്ള ക്ഷീണം കുറക്കാനും, അതേപോലെ മസിൽ ക്രാംസ് ഉണ്ടല്ലോ, നമ്മൾ മസിൽ കയറുമല്ലോ വർക്കൗട്ട് ചെയ്യാനിടയിലൊക്കെ, ഈ ഇഞ്ചറി മസിൽ ക്രാംസ് ഒക്കെ കുറക്കാനും ഇലക്ട്രോലൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ലറ്റ്സിന് അതേപോലെ ജിമ്മിക്ക് പോകണോല് റണ്ണേഴ്സിനൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര രീതിയിൽ ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇലക്ട്രോലൈറ്റ്സ്. ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഒരുപാട് ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഈ ലിസ്റ്റിൽ. സപ്ലിമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും സപ്ലിമെൻറ്റ്സ് അല്ല ഏറ്റവും പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കപ്പ് കേക്കിൻ്റെ എക്സാമ്പിൾ വെച്ചാണ്ട് ചിന്തിക്കാം. ആദ്യം എൻ്റെ ട്രെയിനിങ് പക്കയാണോ, ഞാൻ കറക്റ്റ് രീതിയിലാണോ ചെയ്യുന്നത്, ഇതിൻ്റെ ഫോമൊക്കെ കറക്റ്റ് ആയോ, ഞാൻ ഹൈപ്പോട്രഫി ആണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മസിൽ ബിൽഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ, അല്ല ഞാനൊരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കറക്റ്റ് ആയോ, അതിനുശേഷം ഞാൻ കഴിക്കുന്ന ഫുഡ് നല്ല ഫുഡാണോ, അത്യാവശ്യം ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ. കാരണം ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അബ്സോർബ് ആവുക, പിന്നെയാണ് മറ്റ് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എൻ്റെ ഉറക്കം കറക്റ്റ് ആണോ, ഞാൻ വേണ്ട അത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ, എന്നിട്ട് ചിന്തിക്കുക ഓക്കെ ഇതൊക്കെ കറക്റ്റായി, ഇനി എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഓക്കെ ഐ ക്യാൻ ടേക്ക് സപ്ലിമെൻറ്റ്സ്. ആ രീതിയിൽ ചിന്തിക്കാം. നോട്ട് ദ ഓപ്പോസിറ്റ്, വൈസ് വേഴ്സ് ആയിക്കാണ്ട് ചിന്തിക്കരുത്. ആദ്യം സപ്ലിമെൻറ്റ്സ്, പിന്നെ ട്രെയിനിങ്, പിന്നെ സ്ലീപ്പ് നല്ല രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവമാണ് അറഞ്ചം സപ്ലിമെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളെ മാർക്കറ്റ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, വെൽക്കോറും മസിൽ ബ്ലേസും അങ്ങനത്തെ ഒക്കെ, ഇവരെന്ത് ചെയ്യും, ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചാണ്ട്, ഇൻക്ലൂഡിങ് മീ, ഞാനും അതിലുണ്ടായിരുന്നു, എന്ത് ചെയ്യും, ക്രിയാറ്റിനും അതുപോലെ മെയിൻലി ഫ്ലേവേർഡ് സംഭവങ്ങളായിരിക്കും, പ്രീ വർക്കൗട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറഞ്ചും എന്ത് ചെയ്യും, ഇവരെ കൊണ്ട് ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ വരുന്നത് അറിയോ, ഇതാണ് മെയിൻ, ഇത് ആദ്യം എടുക്കുക എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക, ഇത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽ ഉണ്ടാവും. ഞാൻ ഒരിക്കലും സപ്ലിമെൻറ്റ്സിനെ മോശമാക്കി പറയല്ല, പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു രീതിയിലാണെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.